കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവരും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നമുക്കൊരു കഥ പറഞ്ഞാലോ? കഥയുടെ പേരാണ് അത്തിമരവും തത്തയും. നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ കഥയിൽ പോയാലോ? അത്തിമരവും തത്തയും. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഗംഗയുടെ തീരത്തായി ധാരാളം അത്തിമരങ്ങൾ വളർന്നു നിന്നിരുന്നു. അതിൽ ഒന്നിൽ ഒരു തത്ത കൂട് കൂട്ടി താമസിച്ചിരുന്നു. അവൻ അത്തിപ്പഴം തിന്നും ഗംഗയിലെ വെള്ളം കുടിച്ചും സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. സംതൃപ്തിയോടെ ജീവിക്കുന്ന തത്തയെ ഒരു ദേവൻ ശ്രദ്ധിച്ചു. ദേവൻ തത്തയെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് തോന്നി. ദേവൻ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് മരത്തെ ഉണക്കി അതിൽ പൊടി പറക്കുന്ന വിള്ളലും ഓട്ടകളും ഉണ്ടായി. അത്തിപ്പഴങ്ങൾ ഇല്ലാതെയായി. തത്തയ്ക്ക് മരത്തിലെ ജീവിതം പ്രയാസം നിറഞ്ഞതായി. എങ്കിലും ആ അത്തിമരം ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. അത് ഒരു പരാതിയും പരിഭവവും കൂടാതെ അവിടെ തന്നെ താമസിച്ചു. ദേവൻ തത്തയെ വീണ്ടും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദേവൻ വാർത്തയുടെ രൂപത്തിൽ തത്തയെ സമീപിച്ചു. നീ മരത്തിൽ ജീവിക്കുകയാണെങ്കിൽ പട്ടിണി കൊണ്ട് മരിക്കും. നിനക്ക് എന്തുകൊണ്ട് ഈ ഉണങ്ങിയ മരക്കുറ്റി ഉപേക്ഷിച്ച് ഏതെങ്കിലും നല്ല മരത്തിൽ കൂട് കൂട്ടി താമസിച്ചുകൂടാ? വാർത്ത ചോദിച്ചു. അതിനുത്തരമായി തത്ത പറഞ്ഞു, ഈ മരം എൻ്റെ ജനനം മുതലുള്ള സുഹൃത്താണ്. ഈ മരമാണ് എനിക്ക് തീറ്റയും താമസസ്ഥലവും തന്നത്. ഇപ്പോൾ ഇതിനെ കൊണ്ട് ഒരു ഉപയോഗമില്ലാതെ വന്നപ്പോൾ ഉപേക്ഷിച്ചു പോകുന്നത് ശരിയാണോ? സന്തോഷകാലത്ത് നമ്മളോടൊപ്പം ഉണ്ടാകുന്നവർക്ക് സന്താനം ഉണ്ടാകുമ്പോൾ നമ്മളും കൂടെ ഉണ്ടാകണ്ടേ? തത്തയുടെ വാക്കുകൾ ദേവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ദേവൻ വാർത്തയുടെ രൂപം വെടിഞ്ഞ് തത്തയുടെ മുന്നിൽ പ്രത്യക്ഷമായി. നീ വളരെ വിശ്വസ്തനാണ്. നിനക്ക് എന്ത് വരമാണ് ഞാൻ നൽകേണ്ടത്? ചോദിക്കൂ. ദേവൻ തത്തയോട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത്, ഈ അത്തിമരം പണ്ടത്തേക്കാൾ ആരോഗ്യത്തോടെയും ഭംഗിയോടെയും വീണ്ടും വളരണം. അതിന് ധാരാളം ഇലകളും പൂക്കളും കായ്കളും പഴങ്ങളും ഉണ്ടാകണം. അതുമാത്രം മതി എനിക്ക്. തത്ത പ്രാർത്ഥനയോടെ അപേക്ഷിച്ചു. അങ്ങനെ സംഭവിക്കട്ടെ. ദേവൻ ഗംഗയിൽ നിന്ന് ജലമെടുത്ത് മരത്തിൽ തെളിച്ചു. മരം പെട്ടെന്ന് ആരോഗ്യമുള്ളതായി തീരുകയും അതിൽ ഇലകളും പൂക്കളും കായ്കളും നിറയുകയും ചെയ്തു. തത്തയ്ക്ക് സന്തോഷമായി. അവൻ ആ മരത്തിൽ സന്തോഷത്തോടെ പിന്നീടുള്ള കാലം ജീവിച്ചു. ഇതാണ് അപ്പം എൻ്റെ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യണേ. ഇനി അടുത്തൊരു കൊച്ചു കഥയുമായി വീണ്ടും കാണാൻ. ബൈ ബൈ.